Magic morning to all. ഇന്ന് മാജിക് ഡേ 2056. പ്രിയപ്പെട്ട ബിമാജിക് ഫോണ്ടേഴ്സ്, കരുത്തരായ ലീഡേഴ്സ്, എല്ലാമായ മെമ്പേഴ്സ് എല്ലാവരെയും ഇന്നത്തെ സൂം മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. HRD ട്രെയിനറായ ജൂബി ഷിബു മാം ആണ് ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ടോപ്പിക് പവർ ഓഫ് തോട്ട്സ്. സോ വെൽക്കം ജൂബി മാം. മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. മാം എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ജൂബി ഷിബു, ഞാനൊരു ബിമാജിക് മെമ്പറാണ്. അപ്പോ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു നല്ല ദിവസം, ഈ ഒരു ശുഭദിനത്തില് നമ്മളോടൊപ്പം എല്ലാവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു അവസരം തന്ന ജഗദീശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം. നമുക്കറിയാം പവർ ഓഫ് തോട്ട്സ്. തോട്ട്സ് ആർ വെരി പവർഫുൾ, സ്ട്രോങ് അല്ലെ? അതുപോലെ ഷാർപ്പാണ് പവർ. നമ്മളിപ്പോ രാവിലെ ഒന്ന് എഴുന്നേൽക്കണം എന്ന് നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ടൊന്ന് പോകാനുണ്ട്. ആ പോകേണ്ട സമയത്ത് നമുക്ക് നേരത്തെ എഴുന്നേക്കണം. ഒരു 4 മണിക്ക് എഴുന്നേറ്റ് നമുക്കൊരു 5 മണിക്ക് ട്രെയിൻ കയറിയിട്ട് നമുക്ക് ദൂരെ പോകാനുള്ളതാണ്. പക്ഷെ നമ്മൾ അലാറം ഒക്കെ സെറ്റ് ചെയ്യും അല്ലേ? നമുക്ക് 4 മണിക്കേ എഴുന്നേക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു 2 മണി തൊട്ട് അല്ലെങ്കിൽ 2:30 തൊട്ട് ഒരു അലാറം സെറ്റ് ചെയ്യും. റിപ്പീറ്റഡ് അലാറം സെറ്റ് ചെയ്യും. 2:30, 3 അല്ലെങ്കിൽ 3:30 എന്ന് പറഞ്ഞിട്ട് ഒരു 3 അലാറം എങ്കിലും സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആ ഇന്നലെ കൊടുത്ത, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കൊടുത്ത നമ്മുടെ തോട്ട്സിന്റെ ആ പവറും കൊണ്ട് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് തോട്ട്സ് ആർ പവർഫുൾ അല്ലെങ്കിൽ സ്ട്രോങ് എന്ന് പറയണത്. അപ്പൊ അത്രയ്ക്കും ശക്തിയുള്ള ഈ തോട്ട്സിനെ നമ്മുടെ ലൈഫില് നമുക്ക് എങ്ങനെ നമുക്കുടെ സക്സസിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ആ തോട്ട്സിന്റെ പവർ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ ഈ ബിമാജിക്കലെ മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും കേൾക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതുന്നു. ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്റെ കൊച്ചുമകനെ ചേർത്തിരുത്തി അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ മനസ്സിൽ 2 ചെന്നായകളുണ്ട്. അതിൽ ഒരു ചെന്നായ വളരെ ക്രൂരനായിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവുള്ള, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും സങ്കോചം ഭാവിക്കുന്ന ഒരു ചെന്നായിയാണ്. അവന് നെഗറ്റിവിറ്റി മാത്രമാണ് അവന്റെ ഭാഗത്തുള്ളത്. എന്നാൽ മറ്റൊരു ചെന്നായി ഉണ്ട്, വളരെ പോസിറ്റിവിറ്റി ഉള്ള, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, വളരെ ആത്മവിശ്വാസമുള്ള, സ്നേഹവും സന്തോഷവും ഉള്ള ഒരു ചെന്നായ. ഇതിൽ ഏത് ചെന്നായിയാണ് നമ്മുടെ മനസ്സിൽ വിജയിക്കേണ്ടത്? ആ കുട്ടി മുത്തശ്ശനോട് തിരിച്ചു ചോദിക്കുകയാണ്, മുത്തശ്ശ, ഇതിൽ ഏത് ചെന്നായിയാണ് നമ്മുടെ മനസ്സിൽ വിജയിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നത്? അതിന് മുത്തശ്ശൻ പറഞ്ഞ മറുപടി ഇതാണ്, നീ ഏത് ചെന്നായിക്കാണോ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത്, ആ ചെന്നായി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിലെ തോട്ട്സ് ഏത് രീതിയിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ഏത് രീതിയിലാണോ വളരാനായിട്ട് അനുവദിക്കുന്നത്, ഏത് രീതിയിലാണോ മൈൻഡ് സെറ്റ് ചെയ്യുന്നത്, അതേ രീതിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്നാണ് ആ വൃദ്ധനായ മുത്തശ്ശൻ ആ കുട്ടിക്ക് എളുപ്പവഴിയിൽ പറഞ്ഞു കൊടുത്ത വഴി. അപ്പൊ നീ നല്ല രീതിയിൽ നിന്റെ ചിന്തകളെ പരിപോഷിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും അതിനനുസരിച്ചിട്ട് മാറാൻ തയ്യാറാവുകയും ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട മാറ്റങ്ങളിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് പടിപടിയായിട്ട് ഉയരുകയും ചെയ്യുകയാണെങ്കിൽ നിന്റെ ഉള്ളിലെ ആ പോസിറ്റിവിറ്റി ഉള്ള ചെന്നായ വിജയിക്കുകയും നിനക്ക് നന്മയുടെ പാതയിലേക്ക് വളരാൻ പറ്റുകയും ചെയ്യുമെന്ന് ഒരു കുഞ്ഞു കഥയിലൂടെ ആ മുത്തശ്ശൻ മകന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതേപോലെ നമുക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പാഠം ഉൾക്കൊള്ളാം. ആപ്പിളിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് ഉണ്ട്. അദ്ദേഹം 1985 ആ കാലഘട്ടങ്ങളിൽ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് പക്ഷെ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. പരാജയ ഭീതി കൊണ്ടും അല്ലെങ്കിൽ തളർന്നു പോവുകയും ഒക്കെ ചെയ്തെങ്കിലും അതിനെല്ലാം ഒരു മാറ്റമായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണം, ഈ മാറ്റങ്ങളെ എന്റെ ജീവിതത്തിലെ വിജയങ്ങളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഐപോഡ് പോലെയുള്ള കാര്യങ്ങൾ ആ സമയത്താണ് വളർത്തിയെടുത്തത്. അത് ലോകത്തിന്റെ തന്നെ സംഭാവനയായിട്ട് മാറി. അതിനുശേഷം ആപ്പിൾ തന്നെ തീരുമാനിച്ചു
ഇത്രയും ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ ഇത്രയും കാര്യപ്രാപ്തിയുള്ള കാര്യഗൗരവമുള്ള ആ സ്ഥാപകനെ തിരിച്ചെടുക്കാനായിട്ട് ആപ്പിൾ തീരുമാനിക്കുകയും ആപ്പിളിന്റെ കമ്പനിയിലേക്ക് സ്റ്റീവ് ജോബ്സ് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ നമ്മുടെ മാറ്റങ്ങളെ, നമ്മുടെ ചിന്തകളെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ആ ഉൾക്കൊള്ളുന്ന ചിന്തകളെ നമ്മൾ എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു, ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാറ്റങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പരാജയങ്ങൾ ഉണ്ടാവാം. ആ പരാജയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്ന രീതികളിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ സന്തോഷം, നമ്മുടെ സ്നേഹം, സഹാനുഭൂതി, ഇതെല്ലാം വരുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മുടെ വിജയം, അതുപോലെ നമ്മുടെ ഉൾക്കാഴ്ചകള്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ ഇതെല്ലാം വരുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മളൊരു ഭക്ഷ്യ ശൃംഖലയെ കുറിച്ച് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെറുപ്പത്തില് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ബയോളജിയുടെ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ ശൃംഖല, അത് പുൽച്ചാടി വരുന്നു, പുല്ലിൽ നിന്ന് അത് കഴിക്കുന്ന പുൽച്ചാടിയെ കാണിക്കുന്നു, ഒരു ആരോമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പുൽച്ചാടിയിൽ നിന്ന് നേരെ അതിനകത്തേക്ക് വരുന്ന ഒരു തവളയെ കൊടുക്കുന്നു, തവള പാമ്പായിട്ട്, അല്ലെങ്കിൽ പാമ്പിൽ നിന്ന് പരുന്ത്, ഇങ്ങനെ ഒരു ഭക്ഷ്യ ശൃംഖല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ തോട്ട്സ് ബിക്കം തിങ്സ് എന്നാണ് പറയണത്. എങ്ങനെയാണ് തോട്ട്സ് തിങ്സ് ആയിട്ട് മാറുന്നത്? അതിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ തോട്ട്സ് നമ്മുടെ നല്ല വേർഡ്സ് ആയിട്ടും, ആ വേർഡ്സിൽ നിന്ന് നമുക്ക് നല്ല ആക്ഷൻസ് ആയിട്ടും, ആ ആക്ഷൻസ് നമ്മുടെ ഹാബിറ്റ്സ് ആയിട്ടും, ഹാബിറ്റ്സിൽ നിന്ന് നമ്മുടെ ബിഹേവിയർ ആയിട്ടും, ബിഹേവിയറിൽ നിന്ന് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനും, ആറ്റിറ്റ്യൂഡിൽ നിന്ന് നല്ലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ മൈൻഡ് സെറ്റ് നമ്മുടെ ഗോൾസ് ആയിട്ട് മാറാനും, ഗോൾസിൽ നിന്ന് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സ് തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളെ എത്തിക്കുന്നത്, നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ തോട്ട്സ് ആണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ തോട്ട്സിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും, അതിന്റെ റിഫ്ലക്ഷൻ, നമ്മുടെ തോട്ട്സ് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ആ റിഫ്ലക്ഷൻ ഉണ്ട്, മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യാനും, ആ അനലൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും എല്ലാം നമുക്ക് പറ്റണം. നന്നായിട്ട് പാട്ട് പാടുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ രണ്ടുപേരും നല്ല 2 പെൺകുട്ടികളാണ്. നല്ല സുന്ദരികളായിട്ടുള്ള, നന്നായിട്ട് പാട്ട് പാടുന്ന, സംഗീതമൊക്കെ അഭ്യസിക്കുന്ന 2 പെൺകുട്ടികള്. ഈ പെൺകുട്ടികൾ രണ്ടുപേരും കൂടെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. മത്സരം ആരംഭിച്ചു. 2 കുട്ടികളും അവസരം കിട്ടി. ഓരോരുത്തരും 2 പേരും സ്റ്റേജിൽ വന്ന് പാടി. ഒരുപാട് കുട്ടികളും അവരോടൊപ്പം പാട്ടിൽ പങ്കെടുത്തു. പക്ഷെ അതിനകത്ത് ഒരു കുട്ടി പരാജയപ്പെട്ടു, മറ്റൊരു കുട്ടി വിജയിച്ചു. പരാജയപ്പെട്ട കുട്ടി അവിടെ തീരുമാനിക്കുകയാണ്, എനിക്കിതിന് കഴിവില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് എനിക്കിതിനെ കുറിച്ച് അറിവില്ല, എനിക്കത് നന്നായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തീരുമാനിച്ചാൽ ആ പെൺകുട്ടിക്ക് പിന്നെ അവിടെ തീർന്നു, അവളുടെ ലൈഫ് തീർന്നു. മറ്റേ പെൺകുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്ന് ചിന്തിച്ചാൽ അവളുടെയും ഗ്രോത്ത് അവിടെ അവസാനിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ്, അതായത് നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇതാണ്, എനിക്ക് ഇതേ ആവാൻ പറ്റൂ, അത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. ആ പെൺകുട്ടി തീരുമാനിച്ച പോലെ എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിഞ്ഞില്ല, അതെന്റെ ഒരു കുറവാണ്, എനിക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചത് അവിടെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ അവള് ചിന്തിക്കുകയാണ്, എനിക്ക് ഇതിൽ നന്നായിട്ട് പാടാൻ കഴിഞ്ഞേനെ, പക്ഷെ ഈ ഒരു സാഹചര്യത്തില് എനിക്ക് നന്നായിട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയുള്ള ഒരു അവസരങ്ങളിൽ എന്റെ കഴിവിനെ ഞാൻ കൂടുതൽ പരിപോഷിപ്പിക്കും, എന്റെ സ്കില്ലിനെ ഞാൻ വളർത്തിയെടുക്കും, കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും, അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അവളുടെ കഴിവുകളെ അവളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാനും, ആ ഫിക്സഡ് മൈൻഡ് സെറ്റിനെ കൺവേർട്ട് ചെയ്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ അവളുടെ കഴിവുകളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന് പുതിയ കാര്യങ്ങളിലേക്ക് വിജയിക്കാൻ അവൾക്ക് കഴിയും. അങ്ങനെയാണല്ലോ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ കഴിവുകളെ, നമ്മുടെ ഒരു റിഫ്ലക്ഷൻ, മൈൻഡ് സെറ്റിലെ റിഫ്ലക്ഷൻ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും ഇപ്പൊ ഒരാൾ ഇന്റർവ്യൂവിന് പോയി, അമൽ എന്ന് പറഞ്ഞൊരു കുട്ടി ഇന്റർവ്യൂവിന് പോവാണ്, 24 വയസ്സേ ആയിട്ടുള്ളൂ.
അവൻ ഇന്റർവ്യൂവിന് പോയി. ആ ഇന്റർവ്യൂവിൽ അവൻ പരാജയപ്പെട്ടു. പക്ഷെ ആ സമയത്ത് അവന് മനസ്സിലാവുകയാണ് ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ആ ഇന്റർവ്യൂവിന് ചെയ്തത്. അതിന്റെ റെസ്യൂമ് തയ്യാറാക്കി അന്ന് മുതൽ അവൻ ചെയ്ത കാര്യങ്ങൾ അവൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. റെസ്യൂമിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്ഡേറ്റഡ് ആണോ? റെസ്യൂമിൽ അവന്റെ പേരിന്റെ കൂടെ അവന്റെ സ്കില്ലുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ? അവന് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ അവന് സെൽഫ് അനലൈസിങ് കപ്പാസിറ്റി ഉണ്ടോ? ആ കമ്പനിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ? അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവൻ പഠിച്ചിട്ടാണോ ഇന്റർവ്യൂവിന് പോയതെന്ന് അവൻ സ്വയം അനലൈസ് ചെയ്തു. അപ്പൊ അവന് മനസ്സിലായി, ഇല്ല, ഞാൻ പഠിച്ചിട്ടല്ല പോയത്, ഞാൻ ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ മറന്നുപോയി. ആ കമ്പനിയുടെ ആവശ്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ആ കമ്പനിയുടെ ക്വാളിറ്റീസ്, അവിടെയുള്ള സ്റ്റാഫിന്റെ കാര്യങ്ങള്, അവരുടെ പുറത്തുനിന്നുള്ള അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകള്, ഇതെല്ലാം നമ്മളൊന്ന് പഠിക്കേണ്ടിയിരുന്നു എന്ന് അവന് മനസ്സിലായി. അപ്പൊ അവന് സ്വന്തമായിട്ട് ആദ്യം തൊട്ട് അവന്റെ റെസ്യൂമെ തൊട്ട് അനലൈസ് ചെയ്ത് അവൻ അറ്റൻഡ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അവന്റെ പ്രസന്റേഷൻ, ഇതെല്ലാം അവന്റെ തെറ്റുകളിൽ അവന് ബോധ്യപ്പെട്ടു. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു? അവൻ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പുതിയ ഇന്റർവ്യൂവിന് ശ്രമിക്കുമ്പോൾ അവൻ പുതിയ റെസ്യൂമെ എങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാം, എങ്ങനെ കൂടുതൽ നല്ല റെസ്യൂം സെറ്റ് ചെയ്യാം എന്നൊക്കെ അവൻ നല്ല രീതിയിൽ പഠിച്ച് അതിന്റെ മാറ്റങ്ങൾ വരുത്തി പുതിയ റെസ്യൂമെ സെറ്റ് ചെയ്ത് പുതിയ ആപ്ലിക്കേഷൻസ് അയച്ച് അതിനുശേഷം അതിലേക്ക് അവന്റെ കഴിവുകളെ, അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, അവന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, അവന്റെ ഫ്ലുവൻസി, അതായത് ലാംഗ്വേജ് ഫ്ലുവൻസിയിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ തരത്തിലും അവൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ തുടങ്ങി. അപ്പൊ അതേ രീതിയിൽ അവൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ കമ്പനിയുടെ, ഒരു കമ്പനിക്ക് ഇന്റർവ്യൂ പോകുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും, കമ്പനിയെ കുറിച്ച് പഠിക്കാനും കമ്പനിയുടെ റിക്വയർമെന്റ്സ് പഠിക്കാനും അല്ലെങ്കിൽ കമ്പനിയുടെ അവന്റെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് പഠിക്കാനും ആ പോസ്റ്റിന്റെ അവന്റെ ഉത്തരവാദിത്തങ്ങൾ പഠിക്കാനും അവൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ അവൻ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിക്കാനും എല്ലാം തയ്യാറായി. അവൻ ഇന്റർവ്യൂവിന് പാസ്സായി, അവന് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. അപ്പൊ ഇതേ രീതിയിൽ നമ്മുടെ തോട്ട്സ് തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഓരോരുത്തരും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഓരോ ദിവസം ക്ലാസ്സുകളും ട്രെയിനിങ്സും എല്ലാം കിട്ടിയിട്ട് വളരെ ഏറ്റവും നല്ല രീതിയിൽ അറിവും കഴിവും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ആശയവിനിമയങ്ങളും എല്ലാം ഉള്ള ആളുകളാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് എൻതൂസിയാസ്റ്റിക് ആയിട്ട് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. ജോസഫ് മർഫിയുടെ ബുക്കുണ്ട് അല്ലെ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടോ? ചാറ്റ് ചെയ്യാമോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹലോ, ഇല്ല, വായിച്ചിട്ടില്ല. ഓക്കെ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. എന്റെ കളക്ഷനിലുള്ള കുറച്ച് ബുക്കുകളിൽ ഒന്നാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങള്, സുഖമില്ലാതെ വന്നിട്ട് ആ അസുഖം ബാധിച്ച് മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു രോഗിയോട് ഡോക്ടർ പറയുന്നുണ്ട്, നിനക്ക് ഇനി അധികം ആയുസില്ല, നിനക്ക് മാക്സിമം ഒരു 6 months to 1 year ആണ് നിന്റെ ആയുസ്, അതിനുള്ളിൽ നീ മരിച്ചു പോയേക്കാം, അതിനുള്ളിൽ ഞങ്ങൾക്കൊന്നും ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിസിൻസോ അതിന് ഫലപ്രദമായിട്ടില്ല എന്ന് പറയുന്ന രോഗിയുണ്ട്. പക്ഷെ ആ രോഗി അല്ലെങ്കിൽ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, അയാള് നമ്മുടെ തോട്ട്സിന്റെ പവർ മനസ്സിലാക്കിക്കൊണ്ട്, അയാള് ജീവിതത്തിന്റെ ആ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അയാള് സ്വന്തമായിട്ട് അതിനകത്തേക്ക് അഫർമേഷൻസ് കൊടുക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എന്റെ ആരോഗ്യം തിരിച്ചു വന്നിരിക്കുന്നു, എനിക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് എന്റെ ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള കഴിവും മനസ്സും ആരോഗ്യവും ഇന്നെന്നിലുണ്ട്. ഇങ്ങനെയുള്ള നല്ല അഫർമേഷൻസ്, നല്ല വേർഡ്സ്, നല്ല തോട്ട്സ് അവൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഓരോ ദിവസവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത്
പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ആ അസുഖത്തെ പൂർണ്ണമായിട്ടും നിശേഷം ഇല്ലാതാക്കാനായിട്ട് ആ തോട്ട്സിന് കഴിഞ്ഞു. അപ്പൊ അത്രയും പവർഫുൾ ആണ് തോട്ട്സ്. എന്റെ ലൈഫിലും ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഇതുപോലെ ഹെൽത്തിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം അഫർമേഷൻ കൊടുക്കാറുണ്ട്. എന്നോട് തന്നെ അഫർമേഷൻ പറയാറുണ്ട്. ഇല്ല, എനിക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അഫർമേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം, ബ്ലഡ് കൂടുതൽ വളരെ കുറവാണ്, അപ്പൊ അതുകൊണ്ട് ബ്ലഡ് കുറച്ച് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലഡ് കയറ്റാനായിട്ട് ഇച്ചിരി പേടിയുണ്ട്. ഞാൻ ഓർത്തു, ദൈവമേ, ബ്ലഡ് കയറ്റാതെ തന്നെ എനിക്ക് ശരിയാവണേ, എന്റെ ഹീമോഗ്ലോബിന്റെ കൗണ്ടൊക്കെ ഇതെല്ലാം കൂടി വരണേ എന്ന് പ്രാർത്ഥിച്ച് അഫർമേഷൻ കൊടുത്തു. പക്ഷെ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡിന്റെ കൗണ്ട് എല്ലാം നോർമൽ ലെവലിലേക്ക് വന്നില്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തേക്ക് വന്നു. ബ്ലഡ് കയറ്റേണ്ടാത്ത രീതിയിൽ, അഡ്മിറ്റ് ആവേണ്ടാത്ത രീതിയിൽ എനിക്ക് മെഡിസിൻസ് തന്ന് പറഞ്ഞു വിടുകയുണ്ടായി. അപ്പൊ അതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു അഫർമേഷൻസ് നമുക്ക് എങ്ങനെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലേ? നമുക്കൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. ആ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ അതിനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നു. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിന്ന് നമുക്കതിനെ റിഫ്ലക്ഷനിലേക്ക്, നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ അതിന്റെ റിഫ്ലക്ഷൻസ് മനസ്സിലാക്കി, അതിനുശേഷം നമ്മളൊരു ലേണിംഗ് പ്രോസസ്സ്, നമ്മൾ പുതിയ മൈൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, പുതിയ തോട്ട്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ മനസ്സിനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഇപ്പൊ ഒരു കുട്ടി പഠിക്കുകയാണ്, അവൻ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ അവൻ അഫർമേഷൻ കൊടുക്കേണ്ടത് എനിക്ക് 1ാം റാങ്ക് കിട്ടണം എന്നല്ല, എനിക്ക് ഈ കാര്യം ഏറ്റവും നന്നായിട്ട് പഠിച്ച് എന്റെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അതിനെ പരിവർത്തനം ചെയ്യാനും പറ്റണം. അങ്ങനെ നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പരാജയപ്പെട്ട ആളുകൾ നിലവിൽ ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തിയ കഥകൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? വിൽമ റുഡോൾഫിന്റെ കഥ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ബിമാജിക്കിലുള്ളവരാകുമ്പോ അത് കേൾക്കാതിരിക്കില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. വിൽമ റുഡോൾഫ് ചെറുപ്പത്തില് വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോ തന്നെ പോളിയോ ബാധിച്ച ഒരു കുട്ടിയാണ്. കാലുകൾക്ക് ശക്തി നഷ്ടപ്പെട്ട കുട്ടിയാണ്. പക്ഷെ 3ാമത്തെ വയസ്സ് മുതൽ അമ്മ കിടക്കയിൽ ഇരുന്ന് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് അവളോട് ശക്തി പകർന്നു കൊടുക്കുന്ന വാക്കുകളും അതിന്റെ കൂടെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. മോളെ, നിനക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും, നീ ഒരു സമയത്ത് നന്നായിട്ട് ഓടാൻ ശ്രമിക്കും, ഒരു നല്ലൊരു ഓട്ടക്കാരിയായിട്ട് നീ മാറും. അപ്പോഴും അവൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പതിയെ പതിയെ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത വാക്കുകളിൽ അവൾ വിശ്വസിക്കാൻ തുടങ്ങി. അവൾ അമ്മയെ വിശ്വസിക്കാൻ തുടങ്ങി, അമ്മയുടെ വാക്കുകളെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അവൾ സ്വയം പറയാൻ തുടങ്ങി, ശരിയാണ് അമ്മ പറയുന്നത്, ഞാൻ ഒരു കാലത്ത് നന്നായിട്ട് നടക്കാനും നന്നായിട്ട് ഓടാനും ഈ ലോകത്തിൽ ഒരു ഓട്ടക്കാരിയായിട്ട് മാറാനും എനിക്കും കഴിയും. എങ്ങനെയുള്ള വിശ്വാസം അവളിൽ പതിയെ പതിയെ ഉണ്ടായി. പക്ഷെ അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് അവളിൽ മാറി. അങ്ങനെ ഒരു സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ അവൾ വടികളില്ലാതെ നടക്കാനും ആ വടികളില്ലാതെ നടന്ന് പതിയെ പതിയെ ഓടാനും ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അധ്യാപകന്റെ അടുത്ത് നിന്ന് അവൾ ശിക്ഷണം കിട്ടി ഓടിത്തുടങ്ങുകയും അങ്ങനെ പല ഓട്ട മത്സരങ്ങളിലും പരാജിതയായെങ്കിലും ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടിയ ഒരു ഓട്ടക്കാരിയായിട്ട് വളരാനും വിൽമ റുഡോൾഫിന് പറ്റിയെങ്കിൽ അത് അതിന്റെ തോട്ട്സിൽ നിന്നുണ്ടായ മാറ്റമാണ്. ചിന്തകളിൽ നിന്ന് അവളുടെ ഡെസ്റ്റിനി തന്നെ മാറിയ കഥയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള വലിയ ചരിത്രങ്ങളും സക്സസും എല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കുഞ്ഞു തോട്ട്സിന് മുതൽ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ നമ്മൾ അതിനെ മാറ്റി കൊണ്ടുവരുന്നു, മൈൻഡ് സെറ്റ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെയൊക്കെ മാറ്റത്തിലാണ്. ഇനി എങ്ങനെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനെ മാറ്റുമ്പോൾ, തോട്ട്സിനെ മാറ്റുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? ഒന്നാമത് തന്നെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് പോസിറ്റീവ്? നമ്മൾ എല്ലാ ദിവസവും, നമ്മൾ ബിമാജിക്കിലുള്ളവർക്ക് അറിയാം പോസിറ്റീവ് അഫർമേഷൻസ് എന്താണ്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു റോബോട്ടിക് അഫർമേഷൻസ് ആയിട്ട് മാറരുത്. ഇപ്പൊ എനിക്കൊരു 1 ലക്ഷം രൂപ ആവശ്യമുണ്ട്, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു എന്ന് 10 പ്രാവശ്യം പറയണേക്കാളും
എനിക്കത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്ത് അതിന്റെ എല്ലാവിധ ഇത് നമ്മൾ ഉൾക്കൊണ്ട് അതിന്റെ ഇമോഷൻസ് എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിന്റെ ആ കിട്ടിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും കിട്ടി എന്നുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഫീല് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല അഫർമേഷൻ ആയിട്ട് മാറും. അങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ നല്ല വേർഡ്സും നല്ല ചിന്തകളും നല്ല ഫീലിങ്സും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിഷ്വൽ ചെയ്യാൻ പഠിക്കുക. വിഷ്വലൈസേഷൻസ്, അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതൊരു മൂവി കാണും പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ ദിവസം അതിന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊരു നല്ല ജോലി കിട്ടണം, നമുക്കൊരു നല്ല ജോലി കിട്ടിയതായിട്ട്, നമ്മളൊരു സീറ്റിൽ പോയിട്ട് ഇരിക്കുന്നതായിട്ട്, നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട്, നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ട്, അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നതായിട്ട്, നിങ്ങളെ അവരെല്ലാം അംഗീകരിക്കുന്നതായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കിട്ടിയിരിക്കുന്ന ഓരോ നന്മകൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഏറ്റവും നല്ല രീതിയിൽ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊക്കെ ഇപ്പോൾ രാവിലെ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് പോലും വരുന്നത്. അപ്പൊ അത്രയും മൈൻഡ് റിച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും മെഡിറ്റേഷൻസും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അത് മറ്റുള്ളവരിലേക്കും കൂടുതൽ കൂടുതൽ ആളുകളെ ഈ മെഡിറ്റേഷൻസിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ കൂടുതൽ ആളുകളെ നമ്മുടെ ബി മാജിക്കിന്റെ മെമ്പേഴ്സ് ആയിട്ട് മാറ്റുവാനും ഒക്കെ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മൾ 50 പേരുണ്ടെങ്കിൽ 50 പേര് ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാവും? 1000 ഇരട്ടിക്കുന്നത് പോലെ ഡബിൾ ആയിട്ട് മാറും അല്ലേ? അപ്പൊ അതേ രീതിയിൽ ഓരോരുത്തരും ഒരാളെ കൊണ്ടുവന്നാൽ മതി, ഒരു മാസം ഒരാളെ. അതേ രീതിയിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ നന്മയുടെ, ഈ സക്സസിന്റെ, ഈ മൈൻഡ്ഫുൾ ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. ഇങ്ങനെ നല്ലൊരു അവസരം അവർക്കും കൂടി കൊടുക്കാനായിട്ട് നമുക്കും കഴിയും. അപ്പൊ ഓരോരുത്തരും ഒരാളെ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം കിട്ടി എന്ത് ചെയ്യും? നമ്മുടെ നല്ലൊരു ഫ്രണ്ടിന് കൊടുക്കും, അല്ലെങ്കിൽ നല്ലൊരു റിലേറ്റീവിന് കൊടുക്കും അല്ലേ? നമ്മുടെ കോണ്ടാക്ട്സിൽ ആയിരക്കണക്കിന് കോണ്ടാക്ട്സ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇതിലേക്ക് കൊണ്ടുവരിക, അടുത്തൊരാളെ കൊണ്ടുവരിക. അങ്ങനെ അവർക്കും കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എല്ലാവിധ കാര്യങ്ങളും പ്രയോജനകരമാവണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കിട്ടിയിരിക്കുന്ന നന്മകൾക്ക് ഓരോ ദിവസവും നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല വസ്ത്രം ഉണ്ട് അല്ലേ? നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും വസ്ത്രം കൊടുക്കാനും അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. നമുക്ക് ചിന്തകൾ എത്തുന്നിടത്ത് നമ്മുടെ ശരീരത്തിനെ എത്തിക്കാനായിട്ടുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഉള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിനോടും നമ്മളോട് തന്നെയും നന്ദിയുള്ളവരായിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറയും പോലെ തന്നെ അല്ലേ? തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ട്, വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കാനും നമ്മുടെ ചിന്തകളെ കൂടുതൽ കൂടുതൽ അനലൈസ് ചെയ്ത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഫീഡ്ബാക്ക് ടൈം ആണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറയുക. എല്ലാവരും 2 വാക്കെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നേ. ഹലോ, ആരാ ആദ്യം? വിളിക്കാതെ ആരാ ആദ്യം വരുന്നത്? ഗുഡ് മോർണിംഗ് മാം. മാമിനോട് ഫസ്റ്റ് താങ്ക് യു പറയാണ്. മാമിനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് മാം ഫസ്റ്റ് ടൈമായിരുന്നു, എങ്കിൽ പോലും ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ വരാമെന്ന് ഫസ്റ്റ് തന്നെ പറയുകയാണ്. അതിനാദ്യമായിട്ട് തന്നെ നന്ദി പറയുകയാണ് ആ ഒരു മനസ്സിന്. പിന്നെ ഇന്ന് ഈ ക്ലാസ് കേൾക്കാത്തവർക്കൊരു വലിയൊരു നഷ്ടമായിരിക്കും. എനിക്ക് അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തകൾ എങ്ങനെയായിരിക്കണം, എത്രത്തോളം ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം, അത് തന്നെയാണ് നമ്മുടെ വിധിയെ സൃഷ്ടിക്കുന്നത് എന്നാണ്. അത് നന്നായിട്ട് തന്നെയാണ് മാം എടുത്തു തന്നത്. വളരെ താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാം. അഖില, ദിവ്യ,
മാജിക് മോർണിംഗ്. ഉണ്ടോ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഹലോ, ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് അഖില. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു അഖില. ദിവ്യ. ജൂബി മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞ ഷൈനി മാം പറഞ്ഞ സത്യമാണ്. നമ്മൾ ഈ ക്ലാസ് കേട്ടില്ലെങ്കിൽ ഒരു നഷ്ടമാവുമായിരുന്നു എന്ന് പറയാൻ കാരണം നമ്മളുടെ മനസ്സിന്റെ എന്താ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓരോ ദിവസവും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. അതിനനുസരിച്ച് നമ്മളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് എവിടെയാണോ നമുക്ക് മൂവ്മെന്റ് ഇല്ലാത്തത്, നിശ്ചലമായിട്ടിരിക്കുന്നത്, പിന്നീട് നമുക്കതൊരു സ്റ്റില്ലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് മാറും. അപ്പൊ എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എപ്പോഴും കൊണ്ടുവരിക, ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു സോ മച്ച് മാം, നല്ലൊരു ക്ലാസ്സിന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ദിവ്യ. മണി സാർ. മാജിക് മോർണിംഗ്. ദിവ്യ മാം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ലൊരു സബ്ജക്റ്റും. എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് ആർ സ്ട്രോങ് ആൻഡ് പവർഫുൾ തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മളായി തീരുന്നുള്ളതാണ്. അപ്പൊ അത് ആ ബേസ് ചെയ്തിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ വളരെ നല്ല ഉദാഹരണങ്ങളോടുകൂടി ഒക്കെ പ്രസന്റ് ചെയ്ത കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് നല്ല നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞത് സ്റ്റീവ് ജോബ്സിന്റെയും ബിൽമാൻ റോഡോൾഫിന്റെയും ജോസഫ് മർഫിന്റെ എല്ലാ കാര്യങ്ങളും പുറമെ തന്നെ മെഡിറ്റേഷനെ പറ്റിയിട്ടും ഫൊർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടൊക്കെ മാം പറഞ്ഞിട്ടുണ്ട്. വിഷ്വലൈസേഷന്റെ കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മളത് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാൻ, നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് അങ്ങനെ അതിൽ കൂടെ നമ്മളത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനും നമ്മൾ അതിൽ വിശ്വാസം വന്ന് ഡെയിലി നമ്മളെ ഹാബിറ്റായിട്ട് മാറ്റി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ മാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ തോട്ട്സ് ആണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് മാം പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ വെച്ചത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സുജിത് സാർ. മാജിക് മോർണിംഗ്. എന്തായാലും മാമിന്റെ ക്ലാസ് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ളത് ആ ഒരു യഥാർത്ഥത്തില ഒരു ശാസ്ത്രമാണ്, യഥാർത്ഥത്തിലൊരു സയൻസ് ആണ്. അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് മാജിക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങള് അത് ഓട്ടോമാറ്റിക്കലി അത് പ്രോസസ് ചെയ്ത്, പക്ഷെ ആ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്താലാണ് നമുക്ക് വെറുതെ ചുമ്മാ സബ് കോൺഷ്യസ് മൈൻഡിനോട് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അത് കൃത്യമായിട്ടുള്ള അഫർമേഷൻസിലൂടെയും പോസിറ്റീവ് നമ്മുടെ ആ ഒരു ഫീലിങ്ങിലൂടെയും ഇമോഷൻസിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നേടിത്തരാൻ പറ്റാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊടുത്ത സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അത് മാഡത്തിന്റെ ആ ഒരു പ്രസന്റേഷനിലൂടെ നമുക്കിത് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ പറ്റി. അതൊരു നല്ലൊരു ക്ലാസ് മാം. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. മേഘ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്, മാജിക് മോർണിംഗ്. മാം, ശരിയാണ്, നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. എന്നാലും ചില നിമിഷങ്ങളിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ നമുക്ക് ആ ചുറ്റുപാടും അതും വെച്ച് വന്നു പോകും. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരുന്നതും നമ്മുടെ മനസ്സ് പാടില്ല, മാറ്റിക്കോണം. പക്ഷെ അതുകൊണ്ടാവണം ഇത്തരം ക്ലാസ് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്നത്. കാലങ്ങളോളം നമ്മൾ ശീലിച്ചത് നമ്മളെ നെഗറ്റീവ് ചിന്തകളാ ചിലപ്പോൾ കൂടുതൽ ശക്തമായി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുക. പക്ഷേ ഇത്തരം ക്ലാസ്സുകൾ ഇപ്പോൾ സത്യത്തിൽ ഇന്ന് ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു നന്നായി. കാരണം മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തോട്ടുകൾ വരുന്നുണ്ട്. മാം ഇത് പറഞ്ഞത് എന്തായാലും മനസ്സിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത്തരം ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ
നമുക്ക് കൂടുതൽ മനസ്സിനെ മൈൻഡ്ഫുൾ ആക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു വെരി താങ്ക് മച്ച്. യു മേഘ. വിധുബാല. ഹലോ മാഡം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാഡം പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് എനിക്ക് ഒരുപാട് കണക്കിൽ അറിയാവുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. മാമിന്റെ ക്ലാസ് ആദ്യമാണ്. നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണത്. നമ്മളെ പ്രശ്നങ്ങളും അത് തന്നെയാണ്. നമ്മളെ മൈൻഡ് സെറ്റ് നേരെ ആയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിലായിരിക്കും. അപ്പൊ ചിന്തകൾ നല്ലതായിരിക്കണം എന്ന് തന്നെയാണ് മാഡം പറഞ്ഞ ഈ ക്ലാസ് ഉദാഹരണത്തോടു കൂടി പറഞ്ഞതിൽ മനസ്സിലായത്. അപ്പൊ അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം, താങ്ക് യു. ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ കിട്ടിയാൽ കുറെ കൂടെ മെച്ചപ്പെടാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും എനിക്ക് താങ്ക് യു. ക്ലാസ് എടുക്കാനായിട്ട് വളരെ സന്തോഷമുള്ള ഒരാളാണ്. എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ബീമാജിക്കിന് ഒരുപാട് താങ്ക്ഫുൾ ആയിട്ടൊരാളാണ്. അപ്പൊ ബീമാജിക്കിനോടും എന്നെ വിളിച്ച ഷൈനിമാമിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. ഓൾറെഡി ഞാൻ റെഡിയാണ്. പ്രീത. താങ്ക് യു മാഡം. പ്രീത. മാജിക് മോർണിംഗ് ഓൾ. ജോബി മാം, സോറി, എനിക്ക് കുറച്ചൊരു 10 മിനിറ്റ് മാമിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. പക്ഷെ കേട്ട ഭാഗങ്ങൾ തന്നെ വളരെയധികം മനോഹരമായിരുന്നു. പിന്നെ ഇപ്പൊ ഫീഡ്ബാക്കിലൂടെ എനിക്ക് മനസ്സിലായി അത്രയും നല്ല ക്ലാസ് ആണ് എന്നുള്ളത്. അതെന്തായാലും ഇനിയിപ്പോ നമുക്ക് റെക്കോർഡ് സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനത് കേൾക്കും. മാം പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു തോട്ട്, അത് നമ്മളെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും മുക്തി നമുക്ക് നൽകും. അതിലൂടെ കടന്നു പോയതാണ് ഇപ്പൊ ഞാന് ജനുവരി 2-ാം തീയതി മുതൽ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസൊക്കെ ആയി ICUലൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും നമുക്കൊപ്പം കൂട്ടായിട്ട് നമുക്ക് അത്രയും സ്ട്രോങ് ആയിരുന്നത് നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ചിന്തകൾ മാത്രമാണ്. അതുകൊണ്ട് നല്ലൊരു റിസൾട്ടിൽ തന്നെ നമുക്ക് തിരിച്ചു പോരാനും പറ്റി. അത്രയും ക്രിറ്റിക്കലായിരുന്നു. പക്ഷെ ആ ഒരു ചിന്തകള് അത് നമുക്ക് കിട്ടുന്ന ആ ഒരു ചിന്ത തന്നെ അതേപോലെ തന്നെ ആ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ICUലൊക്കെ കയറി കാണുന്ന സമയത്ത് അത്രയും പോസിറ്റീവായ കാര്യങ്ങളാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞ അച്ഛൻ എന്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ അത് ഇങ്ങനെ പറയും, അച്ഛന്റെ കുട്ടി സ്ട്രോങ് ആണ്, അതാണ് കേൾക്കേണ്ടത്. വെച്ചാൽ നമ്മുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു രോഗിയായാൽ പോലും അവര് നമ്മുടെ മുഖത്ത് നിന്ന് മനസ്സിലാവും. അവർ ICUൽ കിടക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്താണ് ഡോക്ടർ പുറത്ത് നിന്ന് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത് എന്ന്. അവര് കാണുന്നത് നമ്മളെ ആ കാണാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ മാത്രം നമ്മളുടെ മുഖത്ത് നിന്നാണ് അവർ വായിക്കുന്നത്. എങ്ങനെയാണ് എന്റെ കുട്ടികൾ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ടെൻഷനോട് കൂടെ അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരും ഡൗൺ ആവും. അതെനിക്ക് അറിയാം, അത് നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അത്രയും ചിരിച്ച് അച്ഛന് അത്രയും ഒന്നുമില്ല, ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനാ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അച്ഛന് അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് അത്രയും പോസിറ്റീവാക്കി കൊടുത്തു. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കയറുന്ന സമയത്ത് നമ്മൾ ആ ഡോക്ടർമാരോടും അതുപോലെ തന്നെ സിസ്റ്റർമാരോടും ഞാൻ ചെന്നിട്ട് നേരിട്ട് പറഞ്ഞു, അച്ഛനോട് അങ്ങനെ പറഞ്ഞാൽ മതി, അതായത് ചെറുതേ ഉള്ളൂ അച്ഛാ, ഒരു കുഴപ്പമില്ലാട്ടോ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ചെല്ലുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് ഇത്രയധികം ക്രിറ്റിക്കലായിരുന്നു, ഒരിക്കലും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, എന്തായാലും ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം നമ്മൾ ഇത് പഠിച്ചതാണ്. അത് ഞാൻ സാറിനോട് ശരിക്കും സാർ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പൊ ശരിക്കും പൊട്ടിപ്പോയി. അതുവരെ പിടിച്ചത് ഡോക്ടറുടെ മുന്നിൽ ഞാനത് അത്രയധികം സങ്കടമായി. അപ്പൊ ഡോക്ടറിനെ ആകെ അതിശയിച്ചു. ഇതുപോലെ ഒരാൾ പറയില്ലായിരിക്കും, എനിക്കറിയില്ല, നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണല്ലോ. അവിടെ സിസ്റ്റേഴ്സിനോട് അവരൊക്കെ കൈ പിടിച്ചിട്ട് ഞാൻ പറയും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഇതന്നെ പറഞ്ഞിട്ട് പോരുന്നു. അതേപോലെ ICUലേക്ക് നമ്മളതിനെ വിളിച്ചു കയറ്റുന്ന ഒരു സിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്, അവരോട് പോലും അവരൊക്കെ ആകെ അതിശയിക്കുക, എന്തിനാണ് ഇപ്പൊ നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്ന്. പക്ഷെ നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അറിവാണ്. അപ്പൊ ആ ഒരു താങ്ക്ഫുള്ള് നമുക്ക് തിരിച്ച് അച്ഛനങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നത് വരെ അവർക്ക് ആ ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. എനിക്ക് ആദ്യം മുതലേ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ ഫീഡ്ബാക്കിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. താങ്ക് യു മാം. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. രഞ്ജിത്ത് സാർ. രഞ്ജിത്ത് സാർ. ഷീജ. ഷീജ മാം ഉണ്ടോ? മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ്.
നമ്മളിപ്പോ ബി മാജിക്കിൽ ഒരുപാട് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഓരോ ക്ലാസ്സും ഓരോ പുതിയ പുതിയ അറിവാണ്. അതിന് എന്തെങ്കിലും അന്ന് പുതിയൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒന്ന് കിട്ടാണ്ടോ. അങ്ങനത്തെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സന്തോഷായി. ഷില മാം, താങ്ക് യു ഷില മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മാം. ഓക്കെ, താങ്ക് യു ജുബി മാം. നല്ലൊരു ക്ലാസ്. അതായത് നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ എന്താണോ അത് നമ്മുടെ ചിന്തയുടെ ആകത്തുകയാണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലെ, സീക്രട്ടിനകത്താണേലും നമ്മുടെ പല ക്ലാസ്സുകളിലും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കയറി വരുന്നത്. പോസിറ്റീവ് തോട്ട്സ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവാക്കി മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ വിമാജിക്കിന്റെ ആദ്യത്തെ ക്ലാസ് തൊട്ട് കേൾക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഊർജവും ആർജവും ഒക്കെയാണ് നമ്മളെ ശരിക്കും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിഷമഘട്ടങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അത് ഒന്നുകൂടെ കൂട്ടിയുറപ്പിക്കാൻ പറ്റിയ രീതിയിൽ വളരെ വളരെ ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞാണ് ജോബി മാം ക്ലാസ് എടുത്തത്. എനിവേ താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷില മാം. ഇതിൽ വിവോ എന്നും പറഞ്ഞിട്ട് പേരില്ല. വിവോ, ആരാ വിവോ? ഹലോ ഹലോ വിവോ ഹലോ ആരാണ് ഈ വിവോ? അറിയില്ല. ഹലോ, ആരാണ് സാർ? ആരാണ്? പേര് പറ. രാജു. ഓ ഓക്കെ. പറഞ്ഞോളൂ. പുതിയ ഓ ആളാ. അത് ശരി. സാറിനെ അത് പരിചയപ്പെടുത്തുവോ? എന്റെ സ്ഥലം മാള. ഓ രാജു, ബിസിനസ്. ഓ എന്നാലും സാർ ആദ്യമായിട്ടാണ് ക്ലാസ്സിന് കയറുന്നത്? ഇത് രണ്ടാമത്തെ ക്ലാസ്സാ. ഓ ഓക്കെ. ഓക്കെ. ഫീഡ്ബാക്ക് പറഞ്ഞു സാർ. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സാറിന് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്നായിരുന്നു. ഇപ്പൊ പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. ഓ ഓക്കെ. ഹലോ, ഇനി ആരും ഇല്ലല്ലോ ഫീഡ്ബാക്ക് പറയാൻ അല്ലേ? നമുക്ക് വൈൻഡപ്പ് പറയാം അല്ലേ? ഹലോ, നോഫൽ സാറും റസാഖ് സാറും ഒന്നും ഇല്ല ഇതില്. വൈൻഡപ്പ് പറഞ്ഞോട്ടെ? ഓക്കെ. വിശ്വാസം കൊണ്ട് ജന്മമെടുക്കുന്ന ചിന്തകളെ നമ്മുടെ ശരീരത്തെയും നാഡീവ്യൂഹത്തിനെയും മാത്രമല്ല ബാധിക്കുന്നത്, അതിന് നമ്മുടെ ജീവൻ വരെ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട്സും അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ കൊടുത്ത് നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്നും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വന്ന് നമ്മുടെ ജീവിതം നല്ല സന്തോഷകരമാക്കുക. ചിന്തകളുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് നല്ല ഒരു അറിവുകൾ വീണ്ടും ഞങ്ങൾക്ക് പകർന്നു നൽകിയ ജൂബി മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ജൂബി മാം. താങ്ക് യു ഓൾ.